നമ്മുടെ ചാനൽ പെട്ടെന്ന് വളരണമെന്നും പെട്ടെന്ന് നമുക്ക് ചാനൽ മോണിറ്റൈസൊക്കെ ആയിട്ട് വരുമാനമൊക്കെ കിട്ടാൻ തുടങ്ങണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് എല്ലാ യൂട്യൂബേഴ്സും ഒരു പുതിയ ചാനലൊക്കെ ഉണ്ടാക്കി യൂട്യൂബിലോട്ട് കടന്നു വരുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സാധാരണ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് വ്യൂസ് ഒന്നും അധികം വരുന്നില്ല, റീച്ച് കിട്ടുന്നില്ല, പല പ്രശ്നങ്ങളും അവർക്ക് നേരിടേണ്ടി വരുന്നു. കുറേ പേരൊക്കെ ഇതിൽ സക്സസ് ആവുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഇനി യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇല്ല മുൻപ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആകാൻ ബുദ്ധിമുട്ട് ഉണ്ടാകാതെ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ യൂട്യൂബിൽ വരുന്നവരെല്ലാവരും തന്നെ ഇതിനായിട്ട് വളരെയധികം പരിശ്രമിക്കേണ്ടതുണ്ട്. ദിവസവും ഒക്കെ ഒരു 3 മണിക്കൂർ യൂട്യൂബിൽ ചിലവാക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കുവാൻ കഴിയും. വരുമാനം കിട്ടുന്ന ആ സ്ഥിതി വരെ യൂട്യൂബിൽ എത്തുക എന്നുള്ളത് വളരെയധികം ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ എത്തിയാൽ തന്നെയും അത് അതേപടി മുൻപോട്ട് കൊണ്ടുപോകുന്നതും കുറച്ച് ശ്രമകരം തന്നെയാണ്. എനിക്കറിയാവുന്ന ഒരുപാട് പേര് ഇതിൽ എൻ്റെ പിറകിലുള്ള കഷ്ടപ്പാടൊക്കെ കണ്ടിട്ട് ഇത് ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുതുതായിട്ടൊക്കെ ഒരു ചാനൽ ഉണ്ടാക്കുമ്പോഴേക്കും അത് നല്ല വീഡിയോസ് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്താലും അതൊന്നും കാണാനായിട്ട് ആളുകളുണ്ടാവില്ല. വ്യൂസൊക്കെ വളരെ കുറവായിരിക്കും. ചിലപ്പോൾ 3 വ്യൂസോ 8 വ്യൂസോ 10 വ്യൂസോ അങ്ങനെയൊക്കെ കാണുകയുള്ളൂ. അതുപോലെ വാച്ച് ടൈം ഒന്നും കയറില്ല, സബ്സ്ക്രൈബേഴ്സ് വരില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും നമ്മൾക്കൊക്കെ മതിയാകും, മനസ്സൊക്കെ മടുത്തിട്ട് ഇനി ഇതൊന്നും ചെയ്യണ്ട, ഇതൊക്കെ വിട്ടിട്ട് പോകാമെന്ന് ആലോചിക്കുന്നവർ ധാരാളം പേരുണ്ട്. യൂട്യൂബ് വന്നിട്ട് അത്ര എളുപ്പമുള്ള ഒരു പ്ലാറ്റ്ഫോമല്ല. ഇവിടെ ഗ്രോ ചെയ്യണമെങ്കിൽ വളരെയധികം പരിശ്രമിക്കണം. അതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് സഹിക്കാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ ഇതിൽ വിജയിച്ച് കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന വലിയ യൂട്യൂബേഴ്സ് പലരും ആദ്യകാലമൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് മുമ്പോട്ട് വന്നത്. ഇന്ന് നമ്മൾ അവരുടെ ചാനലൊക്കെ പോയി കണ്ടു നോക്കിയാൽ അവരൊരു വീഡിയോ ഇടുന്നതിന് സെക്കൻഡുകൾക്കകം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വ്യൂസൊക്കെയാണ് അവർക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളിങ്ങനെ രാപ്പകൽ കഷ്ടപ്പെട്ട് പാടുപെട്ടിട്ട് നമ്മളുടെ വീഡിയോസൊന്നും കാണാൻ ആരുമില്ല. നമ്മൾ ഫ്രണ്ട്സിനോട് പറയുന്നു, പലരോടൊക്കെ ഷെയർ ചെയ്ത് കഷ്ടപ്പെട്ട് ഒരു 100 200 ഒക്കെ വ്യൂസ് കിട്ടിയാലായി. ഇവർക്കൊക്കെ എങ്ങനെ എത്ര അധികം വ്യൂസൊക്കെ വരുന്നതെന്ന് നമ്മളും ചിന്തിക്കാറുണ്ട്. പക്ഷേ ആദ്യ കാലഘട്ടങ്ങളിൽ ഇവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് കഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുപോലെ നമ്മളെ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് എപ്പോഴും ചെയ്യുക. അതുപോലെ അങ്ങനെ ചെയ്താലും നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് വീഡിയോസ് ചെയ്യാനായിട്ട് സാധിക്കും. ആശയദാരിദ്ര്യം പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ടോപ്പിക്സിൽ മാത്രം എപ്പോഴും വീഡിയോസ് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ കുറേ ദിവസമൊക്കെ ഇട്ട് പോകുമ്പോഴേക്കും നല്ല വീഡിയോസൊക്കെ കണ്ടാൽ കുറേ പേര് നമ്മുടെ ചാനലൊക്കെ വാച്ച് ചെയ്യാൻ തുടങ്ങും. അതിൽ നിന്നും യൂട്യൂബും ധാരാളം റെക്കമെൻഡേഷൻസൊക്കെ അയക്കുകയും നമുക്ക് നല്ല റീച്ച് കിട്ടുകയും ചാനൽ പെട്ടെന്ന് ഗ്രോ ആകുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും വേറൊരു കാര്യം ചിന്തിക്കേണ്ടത്, പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുപോലെ കൺസിസ്റ്റൻസി വളരെയധികം ആവശ്യമാണ്. എപ്പോഴും വീഡിയോസ് എത്ര സമയക്കുറവുണ്ടെങ്കിലും സ്ഥിരമായിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നാൽ മാത്രമേ യൂട്യൂബിൻ്റെ അൽഗോരിതം നമ്മളുടെ ചാനൽ വന്നിട്ട് റെക്കമെൻഡേഷൻ ചെയ്യുകയുള്ളൂ, ഇംപ്രഷൻസൊക്കെ അയക്കുകയുമുള്ളൂ. അതുപോലെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ മിക്സഡ് കണ്ടൻറ് ഇല്ലാതെ ഏതെങ്കിലും ഇപ്പോൾ കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് കുക്കിങ്ങും ട്രാവലിംഗ് ഇത് ചെയ്യുന്നവർ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളുമൊക്കെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നീട് നല്ലൊരു തമ്പനെയിൽ, ഡിസ്ക്രിപ്ഷൻ, ടൈറ്റിൽ ഇതൊക്കെ വീഡിയോ ഉണ്ടാക്കി ആകർഷകമാക്കാനായിട്ട് ശ്രദ്ധിക്കണം. സാവകാശം ഇതുവഴി തീർച്ചയായിട്ടും നല്ല വ്യൂസ് ഉറപ്പായിട്ട് എല്ലാവർക്കും ലഭിക്കും. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് അത് അത്രയ്ക്കൊരു ചലഞ്ചായിട്ട് ഒരു പാഷനായിട്ടും എടുത്താൽ മാത്രമേ അതിൽ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് മനസ്സൊക്കെ മടുത്തിട്ട് എന്നെക്കൊണ്ട് ഇത് വയ്യ എന്ന് പറഞ്ഞ് നമ്മൾ പിറകോട്ട് പോവുകയാണെങ്കിൽ ഇതിൽ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ജോലിക്കൊക്കെ പോവുക ആൾക്കാരൊക്കെ ആണെങ്കിലും പാർട്ട് ടൈമായിട്ട് ഇല്ല, അത് ഒരു യൂട്യൂബിനെ പാർട്ട് ടൈം ജോബായിട്ടൊക്കെ കണ്ടിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ നല്ല നല്ല വീഡിയോസൊക്കെ ഇട്ട് മുമ്പോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം എപ്പോഴും കഷ്ടപ്പാടിന് തീർച്ചയായിട്ടും നല്ലൊരു ഫലം ഉണ്ടാകും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ എനിക്കറിയാവുന്ന ധാരാളം പേര് പണ്ട് വ്യൂസുമൊക്കെ കുറവായിരുന്നവർക്കും സബ്ബൊക്കെ കുറവായിരുന്നവർക്കൊക്കെ ഇപ്പം നല്ല സബ്സ്ക്രൈബേഴ്സിനും ധാരാളം വ്യൂസൊക്കെ കിട്ടി അവരുടെ ചാനലൊക്കെ നല്ല റീച്ചിലോട്ടും വളരെ നന്നായിട്ട് വിജയിച്ച് മുമ്പോട്ട് പോകുന്നതുമൊക്കെ കാണുമ്പോഴേക്കും വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങളും അതുപോലെ നല്ല രീതിയിൽ പ്രയത്നിക്കുക. മനസ്സ് മടുക്കാതെ, മനസ്സ് തളരാതെ സന്തോഷമായിട്ട് നല്ല കണ്ടൻറ്റും നല്ല സ്ക്രിപ്റ്റൊക്കെ എഴുതിയിട്ട് നല്ല വീഡിയോസും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഏർണിങ്സ് യൂട്യൂബിൽ നിന്നും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ
ഇതുപോലെ നിങ്ങൾ ഇനിയും തുടർന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല കമൻറ്റ്സ് നിങ്ങളുടെയൊക്കെ വായിച്ചിട്ട് എനിക്ക് വളരെയധികം മോട്ടിവേഷനൊക്കെ കിട്ടാറുണ്ട്. എനിക്ക് നല്ലൊരു ഫാമിലീനെ തന്നെയാണ് യൂട്യൂബിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. നല്ല അനിയത്തിമാരും നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോഴേക്കും എനിക്ക് വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. നിങ്ങളെ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ കൂടെ ഉള്ളതുപോലെ തോന്നുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.